നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം പകർന്ന ശനിയാഴ്ച വലിയ പെരുന്നാൾ. കേരളത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷത്തിനായി ഒരുങ്ങി. പീഡന കേസുകളിൽ വ്യാപക അറസ്റ്റ്. ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പിടിയിലായത് പ്രധാനാധ്യാപകൻ. ബസ് യാത്രക്കാരിയായ 15 വയസ്സുകാരിയെ പരിചയം നടിച്ച് പീഡിപ്പിച്ച കേസിൽ ബസ് ഡ്രൈവറും ലോഡ്ജ് നടത്തിപ്പുകാരനും ഗുരുവായൂരിൽ അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പെരുമ്പിലാവ് സ്വദേശിയും കുന്നംകുളം പോലീസിന്റെ പിടിയിലായി. CCTV ന്യൂസ് ഇംപാക്ട്. കുന്നംകുളം നഗരസഭ ഓഫീസിനോട് ചേർന്ന വൺവേ റോഡിലെ അപകടാവസ്ഥയിലായിരുന്ന ഇരുമ്പ് കവാടം പൊളിച്ചു നീക്കി. വൺവേ റോഡിലൂടെ വലിയ വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ മറ്റൊരു സംവിധാനം ഒരുക്കുമെന്ന് നഗരസഭാ അധികൃതർ. ഗുരുവായൂർ മാവിൻ ചുവടിൽ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി മാല കവർന്ന സംഭവത്തിൽ പ്രതി പിടിയിലായി. തമിഴ്നാട് ഈറോഡ് മാണിക്യപാളയം ഹൗസിംഗ് കോളനിയിൽ 38 വയസ്സുള്ള കാർത്തികിനെയാണ് ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം പകർന്ന ശനിയാഴ്ച വലിയ പെരുന്നാൾ. കേരളത്തിൽ ഇസ്ലാം മത വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷത്തിനായി ഒരുങ്ങി. ത്യാഗം, സഹനം, സാഹോദര്യം എന്നീ മൂല്യങ്ങളുടെ സ്മരണയിലാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷമുണ്ടായ മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും തന്റെ ദാസന്റെ ത്യാഗസന്നദ്ധത കണ്ട് മകനു പകരം ആടിനെ ബലി നൽകാൻ ദൈവം നിർദ്ദേശിച്ചതായാണ് വിശ്വാസം. ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ബലിപെരുന്നാൾ. തക്ബീർ ധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും രാവിലെ പ്രത്യേക നമസ്കാരം നടക്കും. ഏതാനും ദിവസങ്ങളായി മഴ മാറി നിൽക്കുന്നതിനാൽ തുറസായിടങ്ങളിൽ തന്നെ ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈദ്ഗാഹ് കമ്മിറ്റികൾ. ഈദ് നമസ്കാരത്തിനു ശേഷം വിശ്വാസികൾ ബലികർമ്മം നിർവഹിക്കും. പിന്നീട് ബന്ധുക്കളെ സന്ദർശിച്ച് ആശംസകൾ കൈമാറി പെരുന്നാൾ ആഘോഷത്തിന്റെ നിറവിലേക്ക്. മൈലാഞ്ചിച്ചോപ്പും ബിരിയാണി രുചിയും ഒത്തുകൂടലിന്റെ സന്തോഷവുമായി വലിയ പെരുന്നാളിനെ ആഘോഷമാക്കാനൊരുങ്ങുകയാണ് വിശ്വാസികൾ. ബക്രീദിനെ വരവേറ്റുകൊണ്ട് കടവല്ലൂർ NJ ബ്രദേഴ്സ് പുറത്തിറക്കിയ സംഗീത ആൽബം പ്രകാശനം ചെയ്തു. പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഗാനത്തിന്റെ യൂട്യൂബ് റിലീസ് നിർവഹിച്ചു. ആൽബത്തിന്റെ ഗാനരചയിതാവ് ജയൻ പാതാക്കര, സംഗീത സംവിധായകൻ സുരേഷ് പ്രിയദർശിനി, ഗാനമാലപിച്ച ബഷീർ ആറ്റൂരാൻ, മൃദുൽ എന്നിവർ പ്രകാശന ചടങ്ങിൽ സംബന്ധിച്ചു. തക്ബീർ എന്ന പേരിൽ പുറത്തിറക്കിയ ആൽബത്തിന്റെ ഛായാഗ്രഹണം നിയ സക്കികാവും ഓർക്കസ്ട്രേഷൻ ഷഫീർ പുത്തൻപള്ളിയും എഡിറ്റിംഗ് സുനിൽ പുലിക്കോട്ടിലുമാണ് നിർവഹിച്ചത്. ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രധാന അധ്യാപകൻ പിടിയിൽ. കുന്നംകുളം നഗരത്തിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ തിരിച്ചറിയുവാനും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പിടികൂടാനും സാധിച്ചത്. നാടിനെ ഞെട്ടിച്ച പീഡനക്കേസിൽ പ്രതി അറിവിന്റെ പാഠം പകരുന്ന പ്രധാന അധ്യാപകനെന്ന CCTV ദൃശ്യങ്ങളിലൂടെ തെളിഞ്ഞതോടെയാണ് അതിവേഗ അന്വേഷണത്തിൽ അറസ്റ്റുണ്ടായത്. പുറങ്ങ് GLP സ്കൂളിലെ പ്രധാന അധ്യാപകൻ മാറഞ്ചേരി കാഞ്ഞിരമുക്ക് തെക്കേപ്പുരയ്ക്കൽ 53 വയസ്സുള്ള ദിനേശനാണ് അറസ്റ്റിലായത്. ദിവസങ്ങൾക്ക് മുമ്പാണ് കേസിനാസ്പദമായ സംഭവം. ചാലിശ്ശേരിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ബസ്സിലായിരുന്നു പീഡനം. ബസ് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നിർത്തിയതോടെ പ്രതി ഇറങ്ങിപ്പോയി. സംഭവം കുട്ടി അറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ബസ്സുകളിലെ ഉൾപ്പെടെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയുടെ നിർണായക ദൃശ്യങ്ങൾ കുന്നംകുളം പോലീസിന് ലഭിച്ചത്. തുടർന്ന് കേസെടുത്ത പോലീസ് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. കേസിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് നടത്തുമെന്ന് കുന്നംകുളം SHO UK ഷാജഹാൻ അറിയിച്ചു. പരേഡിന് ശേഷം മാത്രമേ പ്രതിയുടെ ചിത്രം പുറത്തുവിടാനാകുകയുള്ളൂ എന്ന് SHO കൂട്ടിച്ചേർത്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പെരുമ്പിലാവ് സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ് കൊരട്ടിക്കര പ്രിയദർശിനി നഗറിൽ താമസിക്കുന്ന ആനപ്പറമ്പിൽ വീട്ടിൽ 43 വയസ്സുള്ള റഷീദിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ മാവിൻ ചുവടിൽ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി മാല കവർന്ന സംഭവത്തിൽ പ്രതി പിടിയിലായി. തമിഴ്നാട് ഈറോഡ്
മാണിക്യപ്പാളയം ഹൗസിംഗ് കോളനിയിൽ 38 വയസ്സുള്ള കാർത്തികനെയാണ് ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 10-നാണ് കേസിനാസ്പദമായ സംഭവം. മാവിൻ ചുവട്ടിലെ അമ്പാടി നഗറിൽ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വീട്ടമ്മയുടെ 3 പവന്റെ സ്വർണ്ണമാലയാണ് കവർന്നത്. കൂടാതെ സമീപത്ത് പൂട്ടിക്കിടന്ന വീട്ടിലേക്ക് കയറി 2 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണക്കമ്മലും 500 രൂപയും ഇയാൾ മോഷ്ടിച്ചിരുന്നു. CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തമിഴ്നാട്ടിൽ നിന്ന് ഗുരുവായൂർ പോലീസ് പിടികൂടിയത്. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ACP TS സിനോജിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്ക്വാഡാണ് പ്രതിയെ കണ്ടെത്തിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇയാൾ മുൻപും നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. SI-മാരായ U മഹേഷ്, നന്ദൻ K മാധവൻ, SI-മാരായ സുധീർ, വിപിൻ, SCPO കൃഷ്ണപ്രസാദ്, CPO-മാരായ നിഖിൽ, ജോസ് പോൾ എന്നിവർ നേതൃത്വം നൽകി. ബസ് യാത്രക്കാരിയായ 15 വയസ്സുകാരിയെ പരിചയം നടിച്ച് പീഡിപ്പിച്ച കേസിൽ ബസ് ഡ്രൈവറും ലോഡ്ജ് നടത്തിപ്പുകാരനും ഗുരുവായൂരിൽ അറസ്റ്റിലായി. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന മരക്കാർ ബസ് ഡ്രൈവർ, വാഗ സ്വദേശി പാലത്ത് വീട്ടിൽ 42 വയസ്സുള്ള അക്ബർ, രണ്ടാം പ്രതി പത്തനംതിട്ട കൂടൽ സ്വദേശിയായ പടിഞ്ഞാറ നടയിലെ ലോഡ്ജ് ജീവനക്കാരൻ എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. 15-കാരിയെ കേച്ചേരി തലക്കോട്ടുകരയിലെ സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച ഒന്നാം പ്രതി പിന്നീട് ഗുരുവായൂർ പടിഞ്ഞാറ നടയിലുള്ള ഗോവിന്ദം റെസിഡൻസി എന്ന ലോഡ്ജിലെത്തിച്ചും പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ലോഡ്ജിൽ പീഡനത്തിന് ഒത്താശ ചെയ്തതിനാണ് രണ്ടാം പ്രതി അറസ്റ്റിലായത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ G അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ SI പ്രീത ബാബു, ASI-മാരായ വിനയൻ, സിന്ധു, സീനിയർ CPO രഞ്ജിത്ത്, CPO-മാരായ സൗമ്യശ്രീ, SJ അനൂപ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. CCTV ന്യൂസ് ഇമ്പാക്ട്. കുന്നംകുളം നഗരസഭ ഓഫീസിനോട് ചേർന്ന വൺവേ റോഡിലെ അപകടാവസ്ഥയിലായിരുന്ന ഇരുമ്പ് കവാടം പൊളിച്ചു നീക്കി. വൺവേയിലേക്ക് വലിയ വാഹനങ്ങൾ കടക്കുന്നത് തടയാൻ സ്ഥാപിച്ചിരുന്ന ഭാരമേറിയ ക്രോസ് ബാർ വാഹനമിടിച്ച് തകർന്ന നിലയിലായിരുന്നു. ഇതിന്റെ കോൺക്രീറ്റ് തൂണിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് ഈ റോഡിലൂടെ പ്രവേശിക്കുന്നത് തടയാനാണ് നഗരസഭ 2 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ഇവിടെ ഇരുമ്പിന്റെ ക്രോസ് ബാർ സ്ഥാപിച്ചത്. ഇത് സ്ഥാപിച്ചതിന്റെ അടുത്ത ദിവസം ഇതിലൂടെ പ്രവേശിക്കാൻ ശ്രമിച്ച കണ്ടെയ്നർ ലോറി കവാടത്തിൽ ഇടിച്ച് കേടുപാടുണ്ടായി. പിന്നീട് ഒട്ടേറെ വാഹനങ്ങളാണ് ഇതിലൂടെ പ്രവേശിക്കുന്നതിനിടെ ക്രോസ് ബാറിൽ ഇടിച്ചിരുന്നത്. കവാടം ഒരു ഭാഗം ചെരിഞ്ഞായിരുന്നു നിന്നിരുന്നത്. കവാടത്തിന് മുകൾ ഭാഗത്തെ ഇരുമ്പ് ദണ്ഡുകൾ പൊട്ടിയ നിലയിലുമായിരുന്നു. ഇനിയും വാഹനമിടിച്ചാൽ ഇത് നിലംപതിച്ച് മറ്റൊരപകടത്തിന് കാരണമാകുമെന്ന നിലയിലായിരുന്നു. ഇരുമ്പു കവാടത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് CCTV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് നഗരസഭാ ചെയർപേഴ്സന്റെ നിർദ്ദേശപ്രകാരം നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇരുമ്പു കവാടം പൊളിച്ചുമാറ്റിയത്. വൺവേ റോഡിലൂടെ വലിയ വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ മറ്റൊരു സംവിധാനം ഒരുക്കുമെന്ന് നഗരസഭാധികൃതർ അറിയിച്ചു. വരവൂർ പാലക്കൽ ക്ഷേത്രകുളത്തിന് മുൻപിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടികളെ മദ്യലഹരിയിലെത്തിയ യുവാവ് ആക്രമിച്ചതായി പരാതി. വരവൂർ വടക്കേതിൽ ഷനീഷാണ് ആക്രമണം നടത്തിയത്. ഇയാൾക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ഫുട്ബോൾ കളിക്കുകയായിരുന്ന 12ഉം 13ഉം വയസ്സ് പ്രായമുള്ള കുട്ടികളെയാണ് ഇയാൾ ആക്രമിച്ചത്. മദ്യലഹരിയിൽ കുട്ടികളുടെ കളി തടസ്സപ്പെടുത്തി അസഭ്യം പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പ്രദേശവാസികളെയും ഇയാൾ ആക്രമിച്ചു. ലഹരിക്കടിമയായ ഇയാൾ മുൻപ് വയോധികനെ ആക്രമിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നമ്മളീ പ്രായം കഴിഞ്ഞ് വന്നല്ലേ നമ്മള് വെള്ളടിക്കാനോ എല്ലാം ആരെ വെള്ളടിക്കുന്നത് ഞാൻ പിടിച്ച് മാറ്റിയതാണോ? അവരോട് നമ്മളീ പ്രായം കഴിഞ്ഞ് വന്നല്ലേ, പിള്ളേര് കളിച്ചോട്ടെ, ഇവിടെ ഇരുന്നോ, അന്ന് മേത്തേക്ക് വരുമ്പോഴല്ലേ. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാടത്ത് വെള്ളം നിറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ കളിച്ചായിരുന്നു. ഇവിടെ കളി കഴിഞ്ഞിട്ട് കുളത്തിൽ കുളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാറ്. ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സനീഷ് പറഞ്ഞൊരു ഏട്ടൻ മദ്യപിച്ച അബോധാവസ്ഥയിൽ ഞങ്ങളെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നു. ഞങ്ങളുടെ നിന്ന് ബോൾ പിടിച്ച് വാങ്ങി. ഒരു ചെക്കൻ്റെ ഷോൾഡർ പിടിച്ച് വലിക്കുകയും അമ്മയ്ക്ക് വിളിക്കുക, അച്ഛനെ വിളിക്കുകയൊക്കെ കുറേ സംഭവം ഉണ്ടായി. ഞങ്ങളതിനെ മർദ്ദിക്കാൻ വന്നു. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മാമേനെ വിളിച്ചിട്ട് മാമ വന്ന് കളിച്ചോളാൻ പറഞ്ഞപ്പോൾ ഇവിടെ ആള് മാമയായിട്ട് അലമ്പുണ്ടാക്കാൻ വന്നു. അടിയായി. എന്നിട്ട് അടിച്ചു. ഏട്ടനൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുഞ്ഞു മക്കളുടെ മുന്നിൽ
അത്രയും മോശമായ രീതിയിൽ സഭ്യമല്ലാത്ത ഭാഷ, അതും ഈ ക്ഷേത്രമുറ്റത്ത് വെച്ചിട്ട് അത്രയും മോശമായ രീതിയിൽ സംസാരിക്കുന്നത്, അതായത് നിൽക്കുന്ന ആളുകൾ പോലും കേട്ട് നിറയ്ക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് ഈ കുഞ്ഞു പിള്ളേരോട്, നമ്മളോട് ഉൾപ്പെടെ. നമ്മൾ അതിനകത്ത് പ്രതികരിക്കാൻ വേണ്ടി പോയില്ല. പിന്നെ നമ്മളെ തല്ലാൻ വന്ന രീതിക്കകത്ത് നമ്മൾ പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടി തയ്യാറായതും നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായത്. തീർച്ചയായും കുഞ്ഞു മക്കൾക്കെതിരെയുള്ള ഈ ഒരു അതിക്രമത്തിനെതിരെ, അടിമപ്പെട്ടുകൊണ്ട് ചെയ്ത ഈ ഒരു അതിക്രമത്തിനെതിരെ നല്ല നടപടി ഉണ്ടാവണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടാനുള്ളത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 95 വയസ്സായിരുന്നു. വിടവാങ്ങുന്നത് കോൺഗ്രസിലെ സൗമ്യ സാന്നിധ്യമായിരുന്ന നേതാവാണ്. വാർദ്ധക്യ സംബന്ധിയായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ കാറും കോളും നിറഞ്ഞ അന്തരീക്ഷങ്ങളിൽ ആഭ്യന്തര കലഹങ്ങൾ ശാന്തമാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് എല്ലാ കാലത്തും നിയോഗിച്ചിരുന്നത് തെന്നല ബാലകൃഷ്ണപിള്ളയെയായിരുന്നു. 2004 കരുണാകരൻ ആന്റണി ഗ്രൂപ്പ് പോര് മൂർച്ഛിച്ച കാലത്തും ഗ്രൂപ്പുകൾക്കതീതൻ എന്ന നിലയിലാണ് അന്നും തെന്നലയെ KPCC അധ്യക്ഷനാക്കിയത്. 17 ഏക്കർ സ്വത്തുമായാണ് രാഷ്ട്രീയം തുടങ്ങുന്നത്. അത് 14 സെന്റിലേക്ക് വിറ്റുതീർന്നതാണ് ഈ ഗാന്ധിയന്റെ രാഷ്ട്രീയ ആദർശത്തിനുള്ള തെളിവ്. കൊല്ലം ശൂരനാട്ടെ സമ്പന്ന കുടുംബത്തിലായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ജനനം. കോൺഗ്രസിൽ പുളിക്കുളം ബൂത്ത് പ്രസിഡന്റായി രാഷ്ട്രീയത്തിന് തുടക്കം. പിന്നീട് പടിപടിയായി മണ്ഡലം, ബ്ലോക്ക്, DCC അധ്യക്ഷ പദവികളിലേക്ക്. 5 തവണ അടൂരിൽ മത്സരിച്ചു. 2 തവണ MLA ആയി. 3 തവണ രാജ്യസഭാ സീറ്റു കിട്ടി. 2 പ്രാവശ്യം KPCC അധ്യക്ഷനായി. 1998 വയലാർ രവി KPCC പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ ഉരുണ്ടുകൂടിയ പ്രതിസന്ധിക്കിടെ KPCC പ്രസിഡന്റായി ഹൈക്കമാൻഡ് നിയോഗിച്ചത് തെന്നലയായിരുന്നു. ആ നിയോഗമേറ്റെടുത്ത തെന്നല ബാലകൃഷ്ണപിള്ള 2001 100 സീറ്റ് നേടി UDFനെ അധികാരത്തിലെത്തിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ പാരമ്പര്യത്തിന് വിരാമമിട്ട് തെന്നല വിടവാങ്ങുമ്പോൾ ത്യാഗപൂർണവും ആദർശധീരവുമായൊരു രാഷ്ട്രീയ യാത്രയ്ക്കാണ് സമാപനമാകുന്നത്. നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോ വാഹനാപകടത്തിൽ മരിച്ചു. തൃശൂർ മുണ്ടൂർ സ്വദേശിയാണ്. ഷൈൻ ടോമും കുടുംബവും സഞ്ചരിച്ച കാർ ബാംഗ്ലൂരിന് അടുത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇന്ന് പുലർച്ചെ സേലം ബംഗളൂരു ദേശീയപാതയിലാണ് അപകടം. തൃശൂരിൽ നിന്ന് ബാംഗ്ലൂരിന് പോവുകയായിരുന്നു കുടുംബം. അപകടത്തിൽ ഷൈൻ ടോമിന്റെ കൈക്ക് പരിക്കുണ്ട്. ഷൈൻ ടോമിനും അച്ഛനുമൊപ്പം അമ്മയും സഹോദരനും സഹായിയും കാറിലുണ്ടായിരുന്നു. ഇവരെ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. CPMന്റെ മുതിർന്ന നേതാവും കേരളത്തിലെ കർഷക തൊഴിലാളി സമരങ്ങളുടെ മുന്നണി പോരാളിയുമായിരുന്ന KS ശങ്കരന്റെ 1ാം ചരമവാർഷികം വേലൂരിൽ ആചരിച്ചു. ആനപ്പാലത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച ബഹുജന റാലിക്ക് ശേഷം വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KG ഗോപിനാഥ് അധ്യക്ഷനായി. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KD ബാഹുലയൻ, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, TR ഷോബി, S ബസന്തലാൽ, KV പുഷ്പ, കർമ്മല ജോൺസൺ, KM മൊയ്തു, അബിൽ ബേബി തുടങ്ങിയവർ സംസാരിച്ചു. നഗരങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയെടുത്ത അതുല്യരായ ഉത്തമരായ സഖാക്കളുടെ മുൻനിരയിൽ സഖാവ് KS ഉണ്ട്. ഈ നാട്ടിലെ കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി തിരസ്കൃതരായ മനുഷ്യരുടെ ജീവിത സുരക്ഷയ്ക്ക് വേണ്ടി KS നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ ഈ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അറിയിപ്പ്. ജൂൺ 7 ശനിയാഴ്ച നടത്താനിരുന്ന കുന്നംകുളം താലൂക്ക് വികസന സമിതി യോഗം ജൂൺ 9 തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചതായി അധികൃതർ അറിയിച്ചു. ഗുരുവായൂർ നഗരസഭ 21ാം വാർഡിൽ മണലൂർ MLAയുടെ വികസന ഫണ്ടും നഗരസഭയുടെ പ്ലാൻ ഫണ്ടും ചേർന്ന് 36.94 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച ചിറ്റാട റോഡിന്റെയും നഗരസഭ 4 ലക്ഷം രൂപയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് പുതുതായി നിർമ്മിച്ച K മണി സ്മാരക റോഡിന്റെയും ഉദ്ഘാടനം നടന്നു. ഇതോടൊപ്പം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയവരെ ആദരിക്കലുമുണ്ടായി. മുരളി പെരുന്നെല്ലി MLA യോഗം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, ആസൂത്രണ സമിതി അംഗം MA ഷാജി, വാർഡ് കൗൺസിലർ അജിത ദിനേശൻ, KS ബിജു എന്നിവർ സംസാരിച്ചു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ ചെറിയ തിരുനാളായി കക്കാട് സെന്റ് ആന്റണീസ് കപ്പേളയിൽ ജൂൺ 13 ആഘോഷിക്കുന്ന അന്തോണീസിന്റെ തിരുനാളിനെ കൊടിയേറി. തിരുകർമ്മങ്ങൾക്ക് ഫാദർ ഡോൺ ഡൊമിനിക് MCBS, ഇടവക വികാരി ഫാദർ ഡേസൻ മുണ്ടോപ്പുറം എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 6 വെള്ളി മുതൽ ജൂൺ 12 വ്യാഴം വരെ രാവിലെ ഇടവക ദൈവാലയത്തിൽ തിരുനാളിന് ഒരുക്കമായി. വിശുദ്ധ കുർബാനയും നേർച്ച വിതരണവും വൈകിട്ട് 6:30 സെന്റ് ആന്റണീസ് കപ്പേളയിലെ ദീഞ്ഞും നൊവേനയും നേർച്ച വിതരണവും ഉണ്ടായിരിക്കും.
തിരുനാൾ ദിനമായ ജൂൺ 13 വെള്ളിയാഴ്ച രാവിലെ 6:30 ഇടവക ദൈവാലയത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് കപ്പേളയിലേക്ക് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ലിൻസ് വെട്ടുവയലിൽ നേതൃത്വം നൽകും. വൈകിട്ട് 6:30 സെന്റ് ആന്റണീസ് കപ്പേളയിൽ ആരാധനയോടെ തിരുനാൾ വേസ്പരയും കുഞ്ഞന്തോണിമാരുടെ പ്രസിദ്ധേന്തി വാഴ്ചയും ആഘോഷമായ തിരുശേഷിപ്പ് പ്രയാണവും വർണ്ണമഴയും നേർച്ച ഊട്ട് കിറ്റ് വിതരണവും ഉണ്ടായിരിക്കും. തിരുനാളിനോടനുബന്ധിച്ച് കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആതുരാലയം സന്ദർശിച്ച് അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്യും. ചെറിയ തിരുനാൾ ആഘോഷങ്ങളുടെ വിജയത്തിനായി ചെയർമാൻ ഫാദർ ഡേസൺ മുണ്ടോപുറം, വൈസ് ചെയർമാൻമാരായി സുപ്പീരിയർ സിസ്റ്റർ ബെൻസി, കൈക്കാരന്മാരായ KG ബാബു, പേൾജൂബി ചുങ്കത്ത്, CN ഇമ്മാനുവൽ, ജനറൽ കൺവീനർ CM സാംസൺ, ജോയിന്റ് ജനറൽ കൺവീനർ ഫ്ലോറൻസ് ലോയിഡ്, സബ് കമ്മിറ്റി കൺവീനർമാരായ ML സുനിൽ, ML മാണി, PR സജി, പോയ്സ് JB, VC ജോസി എന്നിവരടങ്ങുന്ന വിപുലമായ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നുണ്ട്. രാജ്യത്ത് കോവിഡ് രോഗികൾ 5000 കടന്നു. ആകെ ആക്റ്റീവ് കേസുകൾ 5364 ഉയർന്നു. 498 പേർക്കാണ് രാജ്യത്ത് 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത്. 4 കോവിഡ് മരണവും സ്ഥിരീകരിച്ചു. കേരളത്തിൽ മാത്രം 2 മരണമാണ് സ്ഥിരീകരിച്ചത്. 74 വയസ്സുകാരിയും 79 വയസ്സുകാരനുമാണ് കേരളത്തിൽ കോവിഡ് ബാധിച്ചു മരിച്ചത്. 24 മണിക്കൂറിനിടെ കേരളത്തിൽ 192 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്തെ കോവിഡ് കേസുകളിൽ 31% കേരളത്തിലാണ്. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളോട് മുന്നൊരുക്കങ്ങൾ സജീവമാക്കുവാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ഓക്സിജൻ, ഐസൊലേഷൻ കിടക്കകൾ, വെന്റിലേറ്ററുകൾ, അവശ്യ മരുന്നുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കുവാനാണ് നിർദ്ദേശം. രോഗങ്ങളുള്ളവർ ആൾക്കൂട്ടം ഒഴിവാക്കുവാനും മുന്നറിയിപ്പുണ്ട്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജനങ്ങൾ ശുചിത്വം പാലിക്കണം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും അണുക്കൾ പടരാതെ ശ്രദ്ധിക്കുകയും വേണം. രോഗങ്ങളുള്ളവർ ആൾക്കൂട്ടങ്ങളിലേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. പരിശോധന കൂട്ടുവാനും നിർദ്ദേശം നൽകി. രോഗത്തെ പ്രതിരോധിക്കാൻ മരുന്നുകൾ കൊണ്ട് മാത്രമല്ല നാരായണീയം കൊണ്ടും സാധിക്കുമെന്ന് ഭാഗവതാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യ. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി ഒരുക്കുന്ന വൈകുണ്ഠാമൃതം നാരായണീയ മഹോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പ്രതിരോധം വർദ്ധിപ്പിക്കാൻ നാം കഴിക്കുന്ന മരുന്നുകൾക്ക് മാത്രമല്ല, അത് നാരായണീയത്തിലൂടെയും സാധിക്കും. നാരായണീയം ഒരു രോഗ പ്രതിരോധ ഔഷധം. ഇവിടെയാണ് നമുക്ക് 3 സന്ദേശങ്ങൾ ഈ നാരായണീയ മഹോത്സവത്തിലൂടെ കൊടുക്കാൻ. ഒന്ന്, നാരായണീയം ആരോഗ്യമാണ്. രണ്ടാമത് നാരായണീയം എന്ന് പറയുന്നത് ഐക്യമാണ്, ആ സ്നേഹബന്ധമാണ്. നാരായണീയം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരുമയാണ്, ഒത്തൊരുമയാണ് സമൂഹത്തിന്റെ. നാരായണീയം രോഗപ്രതിരോധ ഔഷധമാണെന്നും ആരോഗ്യം, കുടുംബത്തിന്റെ ഐക്യം, സമൂഹത്തിന്റെ ഒത്തൊരുമ എന്നീ 3 സന്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന യോഗത്തിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ഡോക്ടർ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ദീപോജ്വലനം ചെയ്തു. വൈകുണ്ഠാമൃതം ചെയർമാൻ TV ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. നാരായണീയത്തിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. സാന്ദ്രാനന്ദം ഉദ്ഘാടനം പെരിങ്ങര കേശവൻ നമ്പൂതിരിയും വൈകുണ്ഠാമൃതത്തിനുള്ള ധനസമർപ്പണം അഖില ഭാരത നാരായണീയ മഹോത്സവം സമിതി ദേശീയ ജനറൽ സെക്രട്ടറി ഹരിമേനോൻ ചാമപ്പറമ്പിൽ, സ്വാഗത സംഘം വിപുലീകരണം ദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാങ്ങോട് രാമകൃഷ്ണനും നിർവഹിച്ചു. നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ, തൃശൂർ പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് പൊതുവാൾ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ, തൃശൂർ തെക്കേമഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ മാഷ്, പൈതൃകം ഗുരുവായൂർ ചീഫ് കോർഡിനേറ്റർ രവി, അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി AC ചെന്താമരാക്ഷൻ, മധ്യകേരള പ്രസിഡന്റ് PS നന്ദകുമാർ, ഷാജി തൊടുപുഴ എന്നിവർ സംസാരിച്ചു. വൈകുണ്ഠാമൃതം ജനറൽ കൺവീനർ ബാബുരാജ് കേച്ചേരി സ്വാഗതവും അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി ജില്ലാ സെക്രട്ടറി CK മധു നന്ദിയും പറഞ്ഞു. വിവിധ നാരായണീയ സമിതികളുടെ നാരായണീയ പാരായണവും ഉണ്ടായിരുന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാലയ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂൾ വൃത്തിയാക്കി. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് ദിവ്യ മനോജ് അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ, പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സുമന സുഗതൻ, ഷേർലി ദിലീപ്, സ്വപ്ന പ്രദീപ്, നകുല പ്രമോദ്, ഡോക്ടർ VC ബിനോജ്, ബിനിഷ തിലകൻ, സജനത്ത്, ഷാനോജ്, ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു.
കുന്നംകുളം ആനായ്ക്കൽ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആനായ്ക്കൽ മണിയന്തറ വീട്ടിൽ കുഞ്ഞാപ്പുവിന്റെ മകൻ 63 വയസ്സുള്ള സുബ്രഹ്മണ്യനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ വീടിന് സമീപത്തെ കിണറിന്റെ തുടിക്കാലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തെങ്ങിൻ തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. കൃഷി ഓഫീസർ AV വിജിത, വാർഡ് മെമ്പർമാരായ MK ജോസ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ NV രജനി എന്നിവർ പങ്കെടുത്തു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയവരെ ചേലക്കര MLA UR പ്രദീപ് ഉപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ദീപു പ്രസാദ്, വിമല പ്രഹ്ലാദൻ, PK യശോദ, പ്രിൻസിപ്പൽ KB പ്രീത, ഹെഡ്മിസ്ട്രസ് K സേതുകുട്ടി എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പുസ്തക ചലഞ്ച് ചടങ്ങിൽ തുടങ്ങി. വരവൂർ സ്കൂൾ ആണ് നല്ല മികച്ച സ്കൂൾ, അവിടെ അഡ്മിഷൻ കിട്ടാൻ വഴിയുണ്ടോ എന്ന അർത്ഥത്തിൽ മണ്ഡലത്തിലെ MLA നിലയ്ക്ക് അന്വേഷിച്ച് വരാറുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് നിലനിർത്തി പോകേണ്ടതാണ്. ഇപ്പോൾ നേരത്തെ പ്രീത ടീച്ചറോട് പറയുമ്പോൾ അതിലൊരു ആവേശം ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്തെന്നായാലും ഒരു സ്വന്തം കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് അല്പം കയറ്റി പറഞ്ഞാൽ കൊള്ളാം, നന്നാവും എന്ന രീതിയിൽ തന്നെയാണ്. അത് കയറ്റി പറയില്ല, അത് പണിയെടുത്തതിൻ്റെ ഒരു സന്തോഷമാണ്. ആ പണിയെടുത്ത സന്തോഷം തന്നെയാണ് അത് അഹങ്കാരത്തോട് കൂടി പറയാത്തതുകൊണ്ടാണ് ഞങ്ങൾ പണിയെടുത്തേണ്ടത്. അകലാട് ബദർപള്ളി ബീച്ച്, യാസിൻ പള്ളി ബീച്ച് ലിങ്ക് റോഡ് നിർമ്മാണം പ്രവർത്തനം പാതി വഴിയിൽ. നാട്ടുകാർ ദുരിതത്തിൽ. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 3 മാസമായി റോഡ് പൊളിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതുമൂലം നിരവധി വീട്ടുകാരാണ് ദുരിതയാത്ര നടത്തുന്നത്. 120 മീറ്റർ മാത്രമാണ് ടാറിംഗ് പ്രവർത്തനം നടത്തുന്നത്. ഇതിനായി വലിയ കല്ലുകൾ കൊണ്ടുവന്നിട്ടത് മൂലം വാഹനങ്ങളുടെ ടയറുകൾ കേടുവരുന്നതിനാലും കല്ലുകൾ തെറിച്ച് അപകടം ഉണ്ടാവുകയും ചെയ്യുന്നതിനാൽ ഇതുവഴി വരാൻ കഴിയാത്ത അവസ്ഥയാണ്. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റിനോടും 19ാം വാർഡ് മെമ്പറോടും നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും കരാറുകാരെ ഏൽപ്പിച്ചു എന്നുള്ള മറുപടി പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രായമായവരെയും അസുഖബാധിതരെയും ആശുപത്രിയിലേക്കും മറ്റും കൊണ്ടുപോകുന്നതിന് വളരെയധികം ദുരിതമാണ് ഉണ്ടാകുന്നത്. എത്രയും പെട്ടെന്ന് റോഡ് പണി പൂർത്തിയാക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇത് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് വെച്ചിട്ട് നന്നാക്കുന്ന റോഡാണ്. 3 മാസമായി ഇത് കുത്തിപ്പൊളിച്ച് ഇവിടെ ഇട്ടിട്ട് ഒരു 120 മീറ്റർ ഇത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. വാർഡ് മെമ്പറോട് ചോദിച്ചപ്പോൾ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കോൺട്രാക്ട് എടുത്ത ആളോട് പറഞ്ഞപ്പോൾ കാശില്ല, എനിക്ക് 60,000 രൂപ നഷ്ടം പറഞ്ഞു, എവിടെയെങ്കിലും പണി കിട്ടിയാൽ ഇത് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇനിയിപ്പോൾ എന്താണ് ഇതിൽ കാലുകൊണ്ട് വയ്യാത്ത ആൾക്കാർ, കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, വണ്ടികൾ പോകുമ്പോൾ കല്ല് മേലേക്ക് തെറിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ റോഡ് ഇവിടെ ബ്ലോക്ക് ചെയ്യും. അതേസമയം പണി തുടങ്ങുന്ന സമയത്തുണ്ടായ തർക്കം നീണ്ടുപോയതോടെ കാലതാമസം നേരിടുകയും അതെല്ലാം പരിഹരിച്ച് ഫണ്ട് റിവേഴ്സ് ചെയ്തതിനു ശേഷമാണ് റോഡ് പണി ആരംഭിച്ചതെന്ന് കരാറുകാരൻ പറഞ്ഞു. കാലവർഷം നേരത്തെ കേരളത്തിലെത്തുകയും തുടർന്നുണ്ടായ മഴയുമാണ് ടാറിംഗ് പ്രവർത്തനം നിർത്തിവെക്കുവാൻ കാരണമെന്നും എത്രയും പെട്ടെന്ന് പണികൾ പുനരാരംഭിക്കുമെന്നും കരാറുകാരൻ കൂട്ടിച്ചേർത്തു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച തിരുഹൃദയ പാരിഷ് ഹാളിന്റെ വെഞ്ചരിപ്പും ഉദ്ഘാടനവും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപറ്റേക്കൽ, ഇടവകാംഗം ഫാദർ മനോജ് കിഴൂർ മുട്ടിക്കൽ എന്നിവർ സഹകാർമ്മികരായി. കൈക്കാരന്മാരായ MV ഷാൻഡോ, MK ജോൺസൺ, ജെയ്സൺ താണിക്കൽ, ഷൈജു തൈക്കാടൻ, നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ KC ഡേവിസ്, സെക്രട്ടറി MD ജോജി, ട്രഷറർ ബിജു ജോർജ് P, ജോയിന്റ് കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒറ്റേനി ആക്കിപ്പറമ്പ് റോഡ് തകർന്നതിനെതിരെ UDF പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധ ധർണ പുന്നയൂർ പഞ്ചായത്ത് അംഗവും DCC സെക്രട്ടറിയുമായ MV ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ IP രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ C അഷ്റഫ്, അസീസ് മന്നലാംകുന്ന്, സുബൈദ പുളിക്കൽ, ഷെരീഫ കബീർ, ബിൻസി റഫീഖ്, മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ, പുന്നയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുനാഷ് മച്ചിങ്ങൽ, ഉമ്മർ മുക്കണ്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
UDF പഞ്ചായത്ത് കൺവീനർ കുഞ്ഞുമുഹമ്മദ് സ്വാഗതവും പഞ്ചായത്ത് അംഗം TV മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു. ഒരു മാസം മുമ്പാണ് പുന്നയൂർ ആക്കിപ്പറമ്പ് ഒറ്റയിനി റീടാർ ചെയ്തത്. പുന്നയൂർ പഞ്ചായത്തിന് തൊട്ടുമുമ്പിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡാണ് ആക്കിപ്പറമ്പ് ഒറ്റയിനി റോഡ്. ജലനിധിയുടെയും വാട്ടർ അതോറിറ്റിയുടെയും ഗ്രൗണ്ട് പൈപ്പ് ഇടുന്നതിന്റെ ഭാഗമായി കുറച്ചു മാസങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ പരാതിയും പ്രതിഷേധങ്ങളും ഉയർന്നതിനെ തുടർന്ന് ഏകദേശം 8 ലക്ഷത്തിലധികം രൂപ ചെലവിൽ ഒരു മാസം മുമ്പാണ് റോഡ് ടാർ ചെയ്തത്. അന്ന് തന്നെ നിർമ്മാണത്തിൽ അപാകത നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെ പഴയ റോഡിനു മുകളിൽ മണ്ണടിച്ച് നിരപ്പാക്കി അതിനു മുകളിലാണ് പൊടിമെറ്റൽ അടിച്ച് ടാർ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. 2 മഴ പെയ്തതോടുകൂടി മെറ്റലുകൾ ഒലിച്ചു പോവുകയും മണ്ണ് പുറത്തേക്ക് കാണുന്ന അവസ്ഥയിലാണുള്ളത്. പല സ്ഥലങ്ങളിലും റോഡ് പൊട്ടുകയും കുണ്ടും കുഴിയും രൂപപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ്. വെള്ളം ഒലിച്ചു പോകുന്നതിന് കാനയോ മറ്റ് സംവിധാനങ്ങളോ മുഴുവനായും നിർമ്മിച്ചിട്ടില്ല. ഇതുമൂലം റോഡിനു മുകളിലൂടെ തന്നെയാണ് മഴവെള്ളം ഒലിച്ചു പോകുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നടത്തിയ റോഡ് പണിയിൽ അഴിമതിയുണ്ടെന്നും അത് കണ്ടുപിടിക്കണം എന്നുമാണ് ഇപ്പോൾ അന്വേഷണത്തിനായി നോട്ടീസ് നൽകിയത് എന്ന പ്രതിഷേധമുണ്ടായപ്പോൾ മാത്രമാണ് UDF നേതൃത്വം ആരോപിച്ചു. ശാസ്ത്രീയമായ രീതിയിൽ റോഡിന് ഇരുവശവും കാനകൾ നിർമ്മിച്ച റോഡ് നിർമ്മാണം നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. മുതിർന്ന CPM നേതാവും കർഷക തൊഴിലാളി യൂണിയൻ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായിരുന്ന KS ശങ്കരന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. CPM എയ്യാൽ ചിറ്റലങ്ങാട് സൗത്ത് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പാർട്ടി ഓഫീസിൽ നടന്ന ദിനാചരണത്തിൽ പാർട്ടിയിലെ മുതിർന്ന അംഗം KN നായർ പതാക ഉയർത്തി. പ്രഭാത പേരി മുഴക്കി ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയുമുണ്ടായി. സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം PA ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. യോഗത്തിൽ AS മജീദ്, CK അച്യുതൻ, ഉഷാബ് സുബ്രഹ്മണ്യൻ, ശൈലജ ഗണേശൻ, CK ഭാസ്കരൻ, PS ശരത്ലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂൺ 5 പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മേഖലയിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ദിനാചരണം സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. പഴഞ്ഞിമാർ ബസേലിയോസ് സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ G. ജോർജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പരിസരത്ത് മുന്തിരിച്ചെടി നട്ട് MD കോളേജ് ലെക്ചറർ റിജുമോൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജിമോൻ ജെയിംസ്, MPTA പ്രസിഡന്റ് ജുബി സജി തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതഭാവിക്ക് ഒരു കയ്യൊപ്പ് എന്ന പരിപാടിയും സംഘടിപ്പിച്ചു. നെല്ലിക്ക വിതരണം ചെയ്ത് പരിസ്ഥിതി ദിന സന്ദേശം കൈമാറുകയും കുട്ടികളുടെ ഹരിതസഭ ചേരുകയും പരിസ്ഥിതി ദിന പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഭൂമിക്കായി ഒരു സ്നേഹസമ്മാനം തുടങ്ങിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും കുട്ടികളുടെ പ്രസംഗം, കവിതാലാപനം, പോസ്റ്റർ നിർമ്മാണം, ഫോട്ടോഗ്രാഫി തുടങ്ങിയ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. അധ്യാപകരായ ഫെമി വർഗീസ്, സിസി KT, പോൾ ഡേവിഡ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കാണിപ്പയൂർ പോപ്പുലർ ഹുണ്ടായി ഷോറൂമിന്റെ നേതൃത്വത്തിൽ 100 വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. മാനേജർ ഹുബീഷ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസ് മാനേജർ ലിഖിൽ നേതൃത്വം നൽകി. പരിസ്ഥിതി സന്ദേശം പ്രചരിപ്പിക്കാൻ കാർഡുകളും വിതരണം ചെയ്തു. ഉപഭോക്താക്കൾക്കും അഗ്നിരക്ഷാ നിലയം, പോലീസ് സ്റ്റേഷൻ, എക്സൈസ് ഓഫീസ്, റവന്യൂ വകുപ്പ്, നഗരസഭ എന്നീ സ്ഥാപനങ്ങളിലും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. മറ്റം യുവധാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. സംഘടനാ പ്രസിഡന്റ് PV ലിസ്റ്റൺ, സെക്രട്ടറി ഗബ്രിയേൽ ബിനോയ് എന്നിവർ ചേർന്ന് ഓഫീസ് പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടു. യുവധാര അംഗങ്ങളായ ജസ്റ്റിൻ CA, CO ലൂയിസ്, ജെയ്സൺ, ഷാജു തോമസ്, അരുൺ വർഗീസ്, PT ആൻഡോ, TA പ്രിൻസൺ എന്നിവർ സംബന്ധിച്ചു. യുവധാര ജൂനിയർ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയയുടെ നേതൃത്വത്തിൽ ആളൂർ മിഷൻ ഹൗസിൽ നടന്ന പരിപാടിയിൽ ആളൂർ ചാവക്കാട് അഹമ്മദിയ യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ റുസ്തം അഹമ്മദി, ഷെരീഫ് അഹമ്മദ്, അർഫാൻ അഹമ്മദ്, മൗലവി ഗുലാം അഹമ്മദ്, അംനാസ് PK എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വായനശാല ഹാളിൽ നടന്ന ദിനാചരണം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് MK കുഞ്ഞവറു അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി മധു ചൂണ്ടൽ, ബാലചന്ദ്രൻ പൂലോത്ത്, സുലൈമാൻ, TL ജോസഫ്, ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കാട്ടക്കമ്പൽ YMCAയിൽ YMCA ഭാരവാഹികളും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അംഗങ്ങളും നഴ്സറി വിദ്യാർത്ഥികളും ചേർന്ന് വൃക്ഷത്തൈ നട്ടു. തുടർന്ന് YMCA പ്രസിഡന്റ് അനിൽ P. മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ദിനാചരണ യോഗം KSSPU പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. YMCA സെക്രട്ടറി തമ്പി മാസ്റ്റർ, മുൻ സബ് റീജിയണൽ മെമ്പർമാരായ മോഹനൻ മാസ്റ്റർ, ചാൾസൺ മാസ്റ്റർ, അങ്കണവാടി ടീച്ചർ രമിത, ജോൺസൺ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷത്തൈകളുടെ വിതരണവും ഉണ്ടായി. മരത്തങ്കോട് മാർ P. ലക്സിനസ് മെമ്മോറിയൽ UP സ്കൂളിൽ നടത്തിയ പരിപാടിയിൽ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി കാർബൺ വിമുക്ത പ്രപഞ്ചമെന്ന സന്ദേശം സ്കൂൾ പങ്കിട്ടു.
പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി കടങ്ങോട് പഞ്ചായത്ത് 17-ാം വാർഡ് മെമ്പർ ശ്രീ ടി.പി. ലോറൻസ് പരിസ്ഥിതി ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ഒരു തൈ നടാമെന്ന പദ്ധതിയുമായി കുട്ടികളും അധ്യാപകരും ചേർന്ന് തൈച്ചെടികൾ നട്ടുപിടിപ്പിക്കുകയും വിത്തുണ്ട് എറിയുകയും ചെയ്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ റവറൻഡ് ഫാദർ സജി കുളങ്ങാട്ടിൽ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ദിനാഘോഷത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടത്തപ്പെട്ട ക്വിസ്, പോസ്റ്റർ നിർമ്മാണം എന്നീ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനദാനവും നടത്തി. സ്റ്റാഫ് സെക്രട്ടറി ജിന ജോൺ ചടങ്ങിൽ നന്ദി പറഞ്ഞു. വിവിധ ക്ലബ് കൺവീനർമാരും അധ്യാപകരുമായ സ്നേഹ വിൽസൺ, സ്റ്റെഫി സണ്ണി, സോന ജോസ്, ലീന ES, സീനത്ത് CM, റിൻസി C. ബോസ്, ഡെയ്സി മിൽജു, അനു PP, ഷാനി K. ഷാജി എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ചു. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെയും സ്കൂൾ ഇക്കോ ക്ലബിന്റെയും നേതൃത്വത്തിൽ നടന്ന ദിനാചരണം വാർഡ് കൗൺസിലർ ഫൈസൽ പൊട്ടത്തയിൽ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നൌഫൽ അധ്യക്ഷനായിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു. കൽപ്പകം പരിപാടിയുടെ ഭാഗമായി NSSന്റെയും സ്കൂൾ ഇക്കോ ക്ലബിന്റെയും നേതൃത്വത്തിൽ തെങ്ങിൻ തൈകളും വൃക്ഷത്തൈകളും വെച്ചുപിടിപ്പിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് PS പ്രീതി സ്വാഗതവും പ്രിൻസിപ്പൽ ഇൻചാർജ് KS ദിവ്യ നന്ദിയും പറഞ്ഞു. CPI തൈക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാമാ ബസാറിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം യുവ എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ അൻവർ അലി ആർട്ടിസ്റ്റ് വത്സന് നാരങ്ങത്തൈ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതിയുടെ വര, പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ, ഓർമ്മമരം നടൽ, സൗജന്യ വൃക്ഷത്തൈ വിതരണം എന്നിവയും ഉണ്ടായി. എഴുത്തുകാരിയും കവയിത്രിയുമായ ദേവുട്ടി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പരിസ്ഥിതിയുടെ വര എന്നു പേരിട്ട് നടത്തിയ സന്ദേശചിത്രം പ്രശസ്ത ചിത്രകാരൻ ജെയ്സൺ നേതൃത്വം നൽകി. ചിത്രകാരന്മാരായ മുനീഷ്, വി രമേശ്, കെ ഷമീർ എന്നിവർ ചിത്രങ്ങൾ വരച്ചു. മൺമറഞ്ഞ സഖാക്കളുടെ പേരിലുള്ള ഓർമ്മമരങ്ങൾ മുൻ നഗരസഭാ ചെയർമാനും CPI നേതാവുമായ PS ജയൻ വിതരണം ചെയ്തു. KK അപ്പുണ്ണി, റഹീം പാലുവായ്, പ്രിയ, സഹീറോഭായ്, P ഖയസ്, ശ്യാംലാൽ, RH സാബിദ് എന്നിവർ നേതൃത്വം നൽകി. ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി വിനയൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി AM ഷഫീർ സ്വാഗതവും മഹിളാ സംഘം തൈക്കാട് മേഖലാ സെക്രട്ടറി ഷാനി റെജി നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ കിഴക്കേ അങ്ങാടിയിൽ വൃക്ഷത്തൈ നട്ടു. മുതിർന്ന അംഗം MO ചാക്കോച്ചൻ ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗം B സുധീഷ് അധ്യക്ഷനായി. PB ഭവ്യ, ശ്രുതി സതീഷ്, ബിന്ദു മണികണ്ഠൻ, ES ദേവദത്ത്, KA ഫരീദ് അലി, റോബർട്ട് ആൻഡോ, സതീഷ് ബാബു എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിസ്ഥിതി ദിനാചരണം ചാവക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഗായത്രി അധ്യക്ഷത വഹിച്ചു. മുതുവട്ടൂർ അറയ്ക്കൽ ഷംസുദ്ദീന്റെ വീട്ടുമുറ്റത്ത് തൈ നട്ടു. വാർഡ് മെമ്പർ സത്താർ, സൈമൺ മാസ്റ്റർ, അബൂബക്കർ ഒരുമനയൂർ, ജോസഫ് മുതുവട്ടൂർ, അക്ബർ ഓവുങ്ങൽ, ശ്രുതി തുടങ്ങിയവർ പങ്കെടുത്തു. തക്വ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ വിശിഷ്ടാതിഥികൾക്ക് വിദ്യാർത്ഥികൾ പൂച്ചെടികൾ നൽകി സ്വീകരിച്ചു. പുനേർകുളം കൃഷി ഓഫീസർ ഡോക്ടർ തെരേസ അലക്സ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതിനെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിച്ചു. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ്മാരായ MS ശിൽപ, UK മുഹമ്മദ് നൌഫൽ എന്നിവർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. കുട്ടികൾക്ക് കൃഷിഭവനിൽ നിന്നും നൽകിയ തൈകൾ തൗഫീഖ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി MA റഷീദിൽ നിന്നും വിദ്യാർത്ഥികൾ ഏറ്റുവാങ്ങി. പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ PR രാജി നേതൃത്വം നൽകി. പ്രിൻസിപ്പാൾ KM അബ്ദുൽ കരീം സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി KP റിജു നന്ദിയും പറഞ്ഞു. വടക്കേക്കാട് മണികണ്ഠേശ്വരം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വൃക്ഷത്തൈകളും പൂജാ പുഷ്പച്ചെടികളും നട്ടു. മാതൃസമിതി അംഗങ്ങൾ, ക്ഷേത്രം ജീവനക്കാർ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആദൂർ മഹാത്മാ ലോവർ പ്രൈമറി സ്കൂളിൽ വാർഡ് മെമ്പർ PA മുഹമ്മദ് കുട്ടിയുടെ അധ്യക്ഷതയിൽ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ പോൾസൺ താം ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കൃഷിയറിവുകളെയും നാട്ടറിവുകളെയും കുറിച്ച് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. കടങ്ങോട് പഞ്ചായത്തിന്റെ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി രചിച്ച മഹാശിലായുഗ സ്മാരകങ്ങളും നാട്ടുപെരുമയും എന്ന അദ്ദേഹത്തിന്റെ കൃതി സ്കൂൾ മാനേജർ PK വിനയകുമാറിന് നൽകി. PN പണിക്കരെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥശാലകളുടെ ഉപാസകൻ എന്ന കൃതി സ്കൂൾ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്തു. സ്കൂൾ പച്ചക്കറി തോട്ടത്തിലേക്കുള്ള പച്ചക്കറി തൈകൾ പരിസ്ഥിതി കാർഷിക ക്ലബ്ബ് കൺവീനർ അക്ബർ ഫൈസലിന് നൽകി. സ്കൂൾ മുറ്റത്ത് ബലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റ് വിന്യ ജയൻ, മാതൃസംഘം പ്രസിഡന്റ് നാസിമ സക്കീർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് KV ഗീത ടീച്ചർ സ്വാഗതവും സിൽവി ടീച്ചർ നന്ദിയും പറഞ്ഞു. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി പ്രകൃതി സംരക്ഷണ സംഘം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന് പരിസ്ഥിതി ദിന ബ്രോഷറും വൃക്ഷത്തൈയും കൈമാറി. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് N, പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം തോംസൺ PC എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ സംയുക്തമായി ആഘോഷിച്ചു. വാർഡ് മെമ്പർ നിഷ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക്കിനെ തോൽപ്പിക്കുക എന്ന വിഷയത്തിൽ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ രേഷ്മ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. വൃക്ഷത്തൈകളുടെ വിതരണവും നടത്തി.
തുടർന്ന് പോസ്റ്റർ രചന, വൃക്ഷത്തൈ നടീൽ, സ്കൂൾ പരിസരം വൃത്തിയാക്കൽ, പരിസ്ഥിതി ദിന ക്വിസ് എന്നിവ നടത്തി. ലിറ്റിൽ കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഡോക്യുമെന്റേഷനും ഡിജിറ്റൽ പോസ്റ്റർ മത്സരവും ശ്രദ്ധേയമായി. അധ്യാപകരായ സെബി ഫ്രാൻസിസ്, രാധാകൃഷ്ണൻ, സന്തോഷ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക പി ചിത്ര സ്വാഗതവും നേച്ചർ ക്ലബ്ബ് കോർഡിനേറ്റർ ഫ്രെഡിൻ വേലായുധൻ നന്ദിയും പറഞ്ഞു. പുന്നയൂർകുളം രാമരാജ UP സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ്, പ്രത്യേക അസംബ്ലി, നീർമാതള തൈയടക്കം വ്യത്യസ്ത തൈകൾ നടലും, പോസ്റ്റർ നിർമ്മാണം, സന്ദേശ നിർമ്മാണം, ക്വിസ് എന്നീ വ്യത്യസ്ത പരിപാടികളോടെ ആഘോഷിച്ചു. പക്ഷി നിരീക്ഷകൻ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിനുകുമാർ NG അധ്യക്ഷത വഹിച്ചു. മാനേജർ TP ഉണ്ണി തൈകൾ നട്ടു. പരിസ്ഥിതി പ്രവർത്തക സുധ ടീച്ചർ, സ്കൂൾ ട്രസ്റ്റ് സെക്രട്ടറി KM പ്രകാശൻ എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ ഷീന VR സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി KA കബീർ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥി പ്രതിനിധി അനുഷ്ക KA പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹെഡ്മാസ്റ്റർ M രാജീവ് നേതൃത്വം നൽകി. ആദൂർ മഹാത്മാ ലോവർ പ്രൈമറി സ്കൂളിൽ വാർഡ് മെമ്പർ PA മുഹമ്മദ് കുട്ടിയുടെ അധ്യക്ഷതയിൽ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ പോൾസൺ ടാം ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്തിന്റെ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി രചിച്ച മഹാശിലയുഗ സ്മാരകങ്ങളും നാട്ടുപെരുമയും എന്ന പോൾസൺ ടാം രചിച്ച പുസ്തകം സ്കൂൾ മാനേജർ PK വിനയകുമാറിന് നൽകി. PN പണിക്കരെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഗ്രന്ഥശാലകളുടെ ഉപാസകൻ എന്ന കൃതി സ്കൂൾ ലൈബ്രറിയിലേക്കും കൈമാറി. സ്കൂൾ പച്ചക്കറിത്തോട്ടത്തിലേക്കുള്ള പച്ചക്കറി തൈകൾ പരിസ്ഥിതി കാർഷിക ക്ലബ് കൺവീനർ അക്ബർ ഫൈസലിന് നൽകി. സ്കൂൾ മുറ്റത്ത് ഫലവൃക്ഷത്തൈകൾ നട്ടു. PTA വൈസ് പ്രസിഡന്റ് വിന്യ ജയൻ, മാതൃസംഘം പ്രസിഡന്റ് നാസിമ സക്കീർ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് KV ഗീത, സിൽവി ടീച്ചർ എന്നിവർ സംസാരിച്ചു. വയലത്തൂർ ഈസ്റ്റ് ILP സ്കൂളിൽ ഹെഡ്മാസ്റ്റർ ജിയോ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾ പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുക്കുകയും പോസ്റ്റർ, ബാഡ്ജ് എന്നിവ പ്രദർശിപ്പിക്കുകയും ചെയ്തു. വിദ്യാലയമുറ്റത്തെ മുത്തശ്ശിമാവിനു ചുറ്റും സംരക്ഷണ ചങ്ങല തീർക്കുകയും പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. അധ്യാപകരും കുട്ടികളും ഒത്തുചേർന്ന് സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈകളും ചെടികളും നട്ടു. പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരായ സിസി, വിൻസി ജോസ്, ഫ്ലെമി സി പ്രസാദ്, ജോളി ജോസ് N, മിനി CG എന്നിവർ നേതൃത്വം നൽകി. അഗതിയൂർ DVM LP സ്കൂളിൽ കുട്ടികൾ വിവിധ ഇലയിൽ പേരുകൾ എഴുതി ഇല ബാഡ്ജുകൾ നിർമ്മിച്ചു. ഇലകൾ കൊണ്ടുള്ള തൊപ്പി, കണ്ണട, പാത്രങ്ങൾ, വാച്ച് എന്നിവ കൊണ്ടുള്ള പ്രദർശനവും നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഒരു തൈ നടാം എന്ന പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ സ്വന്തം ഭവനത്തിൽ തൈകൾ നട്ടു. പരിസ്ഥിതി ദിന ക്വിസ്, പോസ്റ്റർ, പ്രസംഗ മത്സരം എന്നിവയും സംഘടിപ്പിച്ചു. പരിസ്ഥിതി ക്ലബിന്റെ ചുമതല വഹിക്കുന്ന അധ്യാപകൻ ഗ്രിഗർ ചുങ്കത്ത് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. അധ്യാപകരായ ശാരിഷ, കവിത, ആലിസ്, സിമി, ജാൻസി, നേഹ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് തണൽ ഡയാലിസിസ് സെന്റർ സ്റ്റാഫ്, സ്റ്റുഡന്റ് ഡയാലിസിസ് രോഗികൾ എന്നിവർ ചേർന്ന് പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. മരത്തൈ നട്ടും മിഠായി വിതരണം, പ്ലക്കാർഡ് നിർമ്മാണം എന്നിവയും ഉണ്ടായി. കമ്മിറ്റി അംഗം ലത്തീഫ്, തണൽ ഡയാലിസിസ് സെന്റർ ഇൻചാർജ് കിരൺ, ജീവനക്കാരായ അഞ്ജന, ചിമ്മു, അസ്ലം, ലുസി, നിഷ, വിദ്യാർത്ഥികളായ റൈഫ, സോന, സഹല എന്നിവരും നേതൃത്വം നൽകി. വടക്കേക്കാട് മന്ദാരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൂൺ 5-ന് വൃക്ഷത്തൈകളുടെയും വിത്തുകളുടെയും വിതരണവും SSLC, +2, ഡിഗ്രി പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദനവും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി. മന്ദാരം ജംഗ്ഷനിൽ ചേർന്ന യോഗം വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നബീല NMK ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 16-ാം വാർഡ് മെമ്പറുമായ രുക്മിയ സുധീർ മുഖ്യാതിഥിയായി. അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് കൽപ്പുഴ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സുജിത്ത്, കൃഷ്ണപ്രസാദ്, ജോണി, പാവദാസ്, സുജാത, പ്രശസ്ത സുരേഷ്, വിജയൻ എന്നിവർ നേതൃത്വം നൽകി. ആലിക്കര മെറിഡിയൻ ഇംഗ്ലീഷ് സ്കൂളിലെ പ്രവേശനോത്സവം ആഘോഷിച്ചു. വാർഡ് മെമ്പർ ഷഹന മുജീബ് ഉദ്ഘാടനം ചെയ്തു. ഗോപിനാഥ് പാലഞ്ചേരി മുഖ്യാതിഥിയായി. ചടങ്ങിൽ സ്കൂൾ ലോഗോ പ്രകാശനവും കുട്ടികൾക്ക് തൈ വിതരണവുമുണ്ടായി. പ്രിൻസിപ്പൽ ഹാജറ സഹറാബി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഇമ്പിച്ചിക്കോയ തങ്ങൾ, ആലിക്കര ജുമാ മസ്ജിദ് പ്രസിഡന്റ് VA മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ ഷെറീന ടീച്ചർ സ്വാഗതവും ഷീന ടീച്ചർ നന്ദിയും പറഞ്ഞു. ഫെബിന, ദേവിക, രേഷ്മ, പ്രമദ എന്നിവർ നേതൃത്വം നൽകി. ഫ്രണ്ട്സ് ഗ്രൂപ്പ് എടയൂരിന്റെ ആഭിമുഖ്യത്തിൽ SSLC, +2 വിജയികളായ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഫ്രണ്ട്സ് ഗ്രൂപ്പ് എടയൂർ GCC അംഗം ഷഹബാസ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് സെക്രട്ടറി അർഷക് പൂവത്തിങ്കൽ, റിഷാദ്, റിൻഷാദ്, ഫസലു, ആദിൽ, റിസ്വാൻ, റസൽ, ഫയാസ് എന്നിവർ പങ്കെടുത്തു. SKS BV അണ്ടത്തോട് റേഞ്ച് സംഘടിപ്പിച്ച ഖുർആൻ പാരായണ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ മുഹമ്മദ് അമാനെ ചടങ്ങിൽ ആദരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 9130 രൂപ, സ്വർണ്ണം പവന് 73,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
വെള്ളി ഗ്രാമിന് 114 രൂപ. ചെറമം മമ്മിയൂർ വെൽക്കം ഹോട്ടൽ ഉടമ കാവീട് ചട്ടിക്കൽ അപ്പുമകൻ CA ലോകനാഥ് നിര്യാതനായി 60 വയസ്സായിരുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റും ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മമ്മിയൂർ മുതുവട്ടൂർ യൂണിറ്റ് പ്രസിഡന്റുമായിരുന്നു. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു. അനിത ഭാര്യയും അമൽനാഥ്, അതുല്യ എന്നിവർ മക്കളുമാണ്. വെസ്റ്റ് മങ്ങാട് പറക്കുന്നു കൊള്ളന്നൂർ കൊച്ചുമാത്യു മകൻ ഷൈജു നിര്യാതനായി. 43 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. വിജിലി മാതാവും ഷിമി ഭാര്യയും അലീന മകളുമാണ്. അകലാട് ഗാദരിയ പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന രാമാണത്ത് പരേതനായ മുഹമ്മദ് അലി മകൻ മുസ്തഫ നിര്യാതനായി. 40 വയസ്സായിരുന്നു. കബറടക്കം അകലാട് ജുമാത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഫാത്തിമയാണ് മാതാവ്. ആബിദ ഭാര്യയാണ്. മുഷ്ഫീർ, മുഹാഫിൽ എന്നിവർ മക്കളാണ്. വാഗ കുന്നത്തുള്ളി കുട്ടപ്പ ഭാര്യ രാധ നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി ശാന്തിതീരം ശ്മശാനത്തിൽ നടന്നു. അക്കിക്കാവ് പൂമരം താവളത്തിൽ വേലായുധൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. പരാതിയായി കമലാക്ഷിയാണ് ഭാര്യ. പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കോമരം വിനോദ്, പ്രസാദ്, വിനീത, വിനിജ എന്നിവർ മക്കളാണ്. മറ്റന്നമ്പഴിക്കാട് മുളയ്ക്കൽ തോമ മകൻ ലാസർ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ലിസിയാണ് ഭാര്യ. നമിത ജിബിൻ മകളാണ്. ഇരിങ്ങപ്പുറം കൊച്ചനാങ്കുളങ്ങര ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന തറപ്പറമ്പിൽ രാജൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. ലീല ഭാര്യയും രാലീഷ്, ലിജീഷ്, നീതു എന്നിവർ മക്കളുമാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഗുരുവായൂർ നഗരസഭ വാതക ശ്മശാനത്തിൽ നടക്കും. ഗുരുവായൂർ കണ്ടാണശ്ശേരി മണ്ഡകത്തിങ്കൽ റിട്ടയർഡ് അധ്യാപകൻ നാരായണന്റെ ഭാര്യ ഇരിങ്ങപ്പുറം ALP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപിക സരോജിനി നിര്യാതയായി. 92 വയസ്സായിരുന്നു. സോമാവതി, സുധീർ, സുരേഷ്, സുഷമ എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം പകർന്ന് ശനിയാഴ്ച വലിയ പെരുന്നാൾ. കേരളത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾക്കായി ഒരുങ്ങി. പീഡനക്കേസുകളിൽ വ്യാപക അറസ്റ്റ്. ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രധാന അധ്യാപകൻ പിടിയിൽ. ബസ് യാത്രക്കാരിയായ 15 വയസ്സുകാരിയെ പരിചയം നടിച്ച് പീഡിപ്പിച്ച കേസിൽ ബസ് ഡ്രൈവറും ലോഡ്ജ് നടത്തിപ്പുകാരനും ഗുരുവായൂരിൽ അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പെരുമ്പിലാവ് സ്വദേശിയും പിടിയിലായി. CCTV ന്യൂസ് ഇമ്പാക്ട്. കുന്നംകുളം നഗരസഭ ഓഫീസിനോട് ചേർന്ന വൺവേ റോഡിലെ അപകടാവസ്ഥയിലായിരുന്ന ഇരുമ്പ് കവാടം പൊളിച്ചു നീക്കി. വൺവേ റോഡിലൂടെ വലിയ വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ മറ്റൊരു സംവിധാനം ഒരുക്കുമെന്ന് നഗരസഭാ അധികൃതർ. ഗുരുവായൂർ മാവിൻ ചുവടിൽ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി മാല കവർന്ന സംഭവത്തിൽ പ്രതി പിടിയിലായി. തമിഴ്നാട് ഈറോഡ് മാണിക്യപ്പാളയം ഹൗസിംഗ് കോളനിയിൽ 38 വയസ്സുള്ള കാർത്തികിനെയാണ് ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.